ാസ്റ്റോൺ റിപ്പോർട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമെന്ന വിവരത്തിൽ ഉറച്ചിരിക്കുന്നു കാന്തപുരം. പുറത്തുവിട്ട വിവരങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. എക്സിൽ നിന്ന് വാർത്തകൾ പിൻവലിച്ചുവെന്ന് റിപ്പോർട്ടുകൾ ശരിയല്ലെന്നും കാന്തപുരത്തിന്റെ ഓഫീസ്. ദീപക് മലയമ്മയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മലയമ്മ, കേന്ദ്രം ഈ വാർത്ത തള്ളുകയാണ്. തലാലിന്റെ സഹോദരൻ എക്സിൽ ട്വീറ്റ് ചെയ്യുന്നു വധശിക്ഷ വേണമെന്ന്. ഇതിൽ അമൂൽ ജനോം അടക്കമുള്ളവരും ഈ വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന വാർത്ത ശരിവയ്ക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും കാന്തപുരം ഉറച്ചു നിൽക്കുകയാണോ വധശിക്ഷ റദ്ദാക്കുന്നതായി അറിയിച്ചിട്ടുണ്ട് എന്ന വിവരത്തിൽ? ദീപക് മലയമ്മ. അരുൺകുമാർ, ഇന്നലെ എന്താണോ പറഞ്ഞത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു കാന്തപുരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പം മുൻപ് കൂടി നമ്മൾ കാന്തപുരത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായി തന്നെ പറയുന്നത് ഈ ഒരു ധാരണകൾ പല വിധത്തിൽ ചർച്ചകളുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതാണ് പുറത്തേക്ക് വിടുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ തന്നെ യമനിലെ പണ്ഡിതരുമായി ചേർന്നുകൊണ്ട് ചില ചർച്ചകൾ നടത്തുകയും ആ ചർച്ചയുടെ ഭാഗമായി ചില ധാരണകളിലേക്ക് എത്തുകയും അത് വധശിക്ഷ റദ്ദാക്കുന്നതിലേക്ക് പൂർണ്ണതോതിൽ എത്തുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു കാന്തപുരം പുറത്തേക്ക് വിട്ട വിവരം. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നത്. ആ ഘട്ടത്തിൽ, അതായത് കാന്തപുരം ഈ വിവരങ്ങൾ പുറത്തേക്ക് വിട്ട ഘട്ടത്തിൽ തന്നെ ANI ഇത് വാർത്തയായി നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് ഈ ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസും റീട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീട്വീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ അൺഅവൈലബിളായി കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ANI ആ വാർത്തയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. കേന്ദ്രത്തിന്റെ വിശദീകരണം വന്നതോടുകൂടി ആ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കാന്തപുരം ഓഫീസ് വ്യക്തമാക്കുന്നത്. അല്ലാതെ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് വെച്ച വിവരങ്ങൾ അത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്താണോ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യം വ്യക്തതയോടുകൂടിയാണ് നേരത്തെ വധശിക്ഷ നീട്ടിവെക്കുന്ന വിവരം ആദ്യം പുറത്തുവിട്ടതും കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്നാണ്. അന്ന് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്നാണ് ആ രേഖയും പുറത്തു വന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖയും അതേ സോഴ്സിൽ നിന്ന് കിട്ടിയതാണ് എന്ന് തന്നെയല്ലേ കാന്തപുരത്തിന്റെ അവിടെയുള്ള ഓഫീസിൽ നിന്നുള്ള ആളുകൾ പറയുന്നത്? അരുൺ, ആ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണത്തിലേക്ക് അങ്ങനെ നൽകുന്നതിലേക്ക് ഓഫീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ ഇത്രയണ്ട വിവരങ്ങൾ മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതായത് നിമിഷപ്രിയയുടെ വധം മായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ ഉണ്ടായിരുന്ന അനിശ്ചിതത്വം നീങ്ങുകയും വധശിക്ഷ റദ്ദ് ചെയ്യുകയും പൂർണ്ണതോതിൽ റദ്ദ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളിൽ ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയുടെ പുറത്തുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നു എന്നുള്ളതാണ് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒഫീഷ്യലി, അതായത് യമനിൽ നിന്ന് കിട്ടേണ്ട മറ്റ് ഡോക്യുമെന്റുകൾ അത് പരസ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് നിലവിൽ കാന്തപുരത്തിന്റെ ഓഫീസ് എത്തിയിട്ടില്ല. ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അതിനകത്ത് ഇപ്പോഴും നെല്ലും പതിരും അല്പം കൂടി തിരിയാൻ കിടക്കുന്നു. കാന്തപുരം വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മളും പ്രതീക്ഷിക്കുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി. പക്ഷേ കേന്ദ്രം അത് സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തലാലിന്റെ സഹോദരൻ വീണ്ടും പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് വധശിക്ഷ നടപ്പാക്കണമെന്ന്. ഇതാണ് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇതിൽ ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.